നേരെ ഇനി ദോശയിലേക്കായാലോ? ദോശ നമ്മൾ മലയാളികൾക്കൊരു വികാരമാണ്. ദോശ കഴിഞ്ഞാൽ പിന്നെ മസാല ദോശ, തട്ടുദോശ, തട്ടിൽക്കുട്ട് ദോശ, മുട്ട ദോശ, ചിക്കൻ ദോശ, പ്ലെയിൻ ദോശ, അങ്ങനെ പല ടൈപ്പ് ദോശകൾ പലരുടെയും ഫേവറേറ്റ് ആണ്. നല്ല ചൂട് ദോശയിൽ തേങ്ങാ ചട്നിയും ചൂടുള്ള സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ കിട്ടുമ്പോൾ ആഹാ, ഒരു ദോശപ്രേമിയാണോ നിങ്ങൾ? എന്നാൽ അങ്ങ് തിരുവനന്തപുരത്തേക്കൊന്ന് പോയി വരാം. തട്ടുദോശ, തട്ടു ബീഫ് പൊടി ദോശ, ചിക്കൻ ദോശ, ബീഫ് ദോശ, ചോക്ലേറ്റ് ദോശ. വാവ്! അങ്ങനെ ഏകദേശം 20ഓളം വെറൈറ്റി ദോശകളും 11ഓളം വെറൈറ്റി ചട്നികളും ഉള്ള ഒരു തട്ടുകടയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്തെ പൂജപ്പുരയ്ക്ക് സമീപമാണ് ഈ തട്ടുകടയുള്ളതും. ഈ തട്ടുകടയിൽ മറ്റെന്തൊക്കെ വെറൈറ്റി ദോശകളും ചട്നികളും ആണെന്ന് നോക്കിയാലോ? ഒരു ദോശ വിശേഷം കണ്ടുവരാം. ദോശ എടുക്കാം. എന്തൊക്കെ ടൈപ്പ് ദോശയല്ലേ? ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, എഗ് ഉണ്ട്, മൈസൂർ മസാല, ബട്ടർ ചീസ്, പിന്നെ 24 ക്യാരറ്റ് ഗോൾഡ് ലീഫ് ഉണ്ട്. 24 ക്യാരറ്റ് ഗോൾഡ് ലീഫ് എന്ന് വെച്ചാൽ അത് പ്യുവർ ഗോൾഡാണ്. 24 അത് എഡിബിൾ ആയിട്ട് ചെയ്യുന്നതാണ്. അതാണ്. മറ്റെന്തൊക്കെ ദോശകളുണ്ട്? പിന്നെ കലക്കി ദോശയുണ്ട് സ്പെഷ്യലായിട്ട്, പിന്നെ സ്പൈസി ഉണ്ട് സ്പെഷ്യലായിട്ട്, പിന്നെ നമ്മൾ തന്നെ ദോശ പല വെറൈറ്റി ഉണ്ട്. അല്ല, ഇത് ചട്നികൾ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്ന് കേട്ടു. 11 വെറൈറ്റി ചട്നീസ് ഉണ്ട്. അത് കൊറിയാണ്ടർ, മിൻറ്റ്, മാംഗോ, ബീട്രൂട്ട്, ഓണിയൻ, അങ്ങനെ വെറൈറ്റി ചട്നീസ് ഉണ്ട്. ചേട്ടാ, ഈ ചിക്കൻ ദോശയുടെ റെസിപ്പി ഒന്ന് പറയാമോ? ചിക്കൻ ദോശ ചിക്കൻ കീമ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചിക്കൻ തോരൻ ടൈപ്പ് ഉണ്ടാക്കുന്നതാണ്. ചോക്ലേറ്റ് സിറപ്പ് അത് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് വലിയ ദോശ. ബീഫും അതേപോലെയാണ്, ബീഫ് കീമ എടുത്തിട്ട് തോരൻ ടൈപ്പ് ചോപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. മൈസൂർ മസാല എന്ന് പറയുന്നത് ടൊമാറ്റോ പേസ്റ്റ്, ടൊമാറ്റോയിൽ ഒരു തിക്ക് ഗ്രേവി ചെയ്ത് അതിലാണ് മൈസൂർ മസാല ഉണ്ടാക്കുന്നത്. നമ്മളെ വേറെ സ്പെഷ്യലാണ് കലക്കി ദോശ എന്ന് പറയുന്നത്. അത് നമ്മളെ തമിഴ്നാട് സ്പെഷ്യൽ മുട്ട കലക്കി ഉണ്ടാക്കിയിട്ട് ദോശയുടെ മേളിൽ അപ്ലൈ ചെയ്ത് എടുക്കുന്നതാണ്. പൊടിദോശ അത് ഗൺ പൗഡറാണത്. അത് ഉഴുന്ന്, പരിപ്പ്, പയറെല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് പൊടിച്ച് പൗഡർ ചെയ്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഗൺ പൗഡർ ഇട്ട് അതാണ് പൊടിയായിട്ട് റെഡിയാക്കി ഗൺ പൗഡർ ഇട്ട് ഉണ്ടാക്കുന്നത്. ചേട്ടാ, ഏകദേശം 11ഓളം ചട്നികൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ചട്നികളാണ്? നമുക്കിപ്പോൾ ബീട്രൂട്ട് ഉണ്ട്, മല്ലിയുണ്ട്, ക്യാരറ്റ്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ചട്നീസാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. വെറൈറ്റി ദോശകളാണ് ഇവിടുത്തെ മെയിൻ. അപ്പൊ അങ്ങനെ ദോശകൾ മാത്രം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഒരുപാട് ഫുഡ് കോർട്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പം വെറൈറ്റി ദോശ അങ്ങനെ ഒരു സ്പോട്ട് ഇവിടെ ഇല്ലെന്ന് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ, കാരണം ബാക്കിയുള്ളവർക്കും ജീവിക്കണമല്ലോ. അപ്പം നമ്മൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്നുള്ളൊരു രീതിയിൽ ദോശ അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ പുറത്ത് ബിടെക് പഠിച്ച് എന്നിട്ട് അല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊരു പാഷനാണ് ഞങ്ങൾക്ക് ഫുഡ്. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും വ്യത്യസ്ത ഇനം ദോശ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദോശപ്രേമിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വഴി വരിക. ഒരു ദോശയും വ്യത്യസ്ത ഇനം ചട്നിയും കഴിച്ചു പോകാം. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതാണ് തിരുവനന്തപുരത്തെ ദോശ കാഴ്ചകളാണ് അർച്ചന കാണിച്ചു തന്നത്. ഈ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് പോയി താമസിക്കുന്നവരും ചില തിരുവനന്തപുരത്തുകാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് കയ്യിലൊരു 100 രൂപയുണ്ടെങ്കിൽ 3 നേരവും ദോശ കഴിച്ച് തിരുവനന്തപുരത്ത് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം.